സുഹൃത്തുക്കളെ, ഹലോ ഗൈസ്, ആരാ ഇറങ്ങി വരുന്നേ? ഞാൻ അനീഷ്. നമ്മുടെ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വെച്ച് ഇന്ന് സിത്താനി ഭജൻസിന്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അവരെല്ലാം എന്റെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വഴിയെ നമുക്ക് വീഡിയോസും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതിന്റെ ബാക്കിയൊക്കെ നമുക്ക് വീഡിയോക്ക് എത്തിയിട്ട് കാണാം. അന്നേരം എല്ലാവർക്കും ബൈ ബൈ. സിത്താനി ഭജൻസ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ നന്ദഗോവിന്ദം ഭജൻസ് കഴിഞ്ഞാൽ ഇപ്പൊ അത്യാവശ്യം പേരും പ്രസക്തിയുള്ള ആളുകളൊക്കെ പാടാൻ വേണ്ടി വിളിക്കുന്നത് ഈ സിത്താനി ഭജൻസിനെയാണ്. കുറച്ച് പെൺകുട്ടികളാണ്. ചിലർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് പാടാൻ അറിയാം. ഗംഭീരമായിട്ട് ചില ആളുകളൊക്കെ നന്നായിട്ട് പാടുന്നുണ്ട്. അവർ അത്യാവശ്യം മോശമില്ലാത്ത കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം മാത്രം ഇവർക്കില്ല, പ്രസന്റ് ചെയ്യാൻ അറിയില്ല. ഇവരുടെ വിഷയം അത് മാത്രമാണ്. നന്ദഗോവിന്ദ ഭജൻസിനെ കൊണ്ട് ഇവരെ കമ്പയർ ചെയ്യിക്കുന്നുണ്ട്. അത് ശരിയല്ല എന്ന് ഞാൻ പറയുക. നല്ല ചൂടുണ്ട്, ഒന്ന് ഓണാക്കി വെച്ചിട്ടെങ്കിലേ ഞാൻ ഈ വീഡിയോ അല്പം പൂർത്തീകരിക്കാൻ പറ്റില്ല. ഏതായാലും ഇവിടെ സംഭവിക്കുന്ന ഒരു വലിയ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഈ സിത്താനി ഭജൻസിനെ നന്ദഗോവിന്ദ ഭജൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സുഹൃത്തുക്കൾ, നന്ദഗോവിന്ദ ഭജൻസ് അവർ എത്രയോ കാലമായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു പരിപാടിയാണ്. എത്രയോ കാലമായി തുടങ്ങി. ഒരുപക്ഷെ ഈ സിത്താനി ഭജൻസ് ചെയ്യുന്ന പോലുള്ള തെറ്റുകളൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടാകാം. അതൊക്കെ ചെയ്ത് അത് മനസ്സിലാക്കി തിരുത്തിയിട്ടാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഒരു പ്രസന്റേഷൻ ഉള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ നന്ദഗോവിന്ദം ഭജൻസിന്റെ വരവ് എങ്ങനെയാ? വണ്ടർഫുൾ വരവാ. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാറ്റിനും ഒരു ക്ലാസി ടച്ച് ഉണ്ടായിരിക്കും. ഒരു പ്രീമിയം ലുക്കിലാണ് ഇവന്മാർ വന്നിറങ്ങുക. ചിലയിടത്ത് നല്ല നല്ല പ്രീമിയം ഷർട്ടും മുണ്ടൊക്കെ ആണെങ്കിൽ ചിലയിടത്ത് അവർ മുണ്ട് ഉണ്ടാവുള്ളൂ. ഈ ഷർട്ടിന് പകരം ഒരു എന്താണ് മേൽമുണ്ട് എന്നൊക്കെ പറയുന്ന അത്തരം ചില പരിപാടികളൊക്കെ ഒന്നിങ്ങനെ ഇട്ടിട്ടുണ്ടാവുള്ളൂ. അത്യാവശ്യം പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ശരീരമൊക്കെ ഉള്ള ആളുകളാണ്. എന്തായാലും അങ്ങനെ ശരീരം കൂടി അത്യാവശ്യം നല്ല രസകരമായിട്ട് പ്രദർശിപ്പിച്ചിട്ടാണ് അവരുടെ പാട്ടുകൾ പാടുന്നത്. അതും എങ്ങനെയാ പാടുന്നത്? ഇങ്ങനെ കട്ട പിടിച്ച് പാടുന്നല്ല, നന്നായിട്ട് ചിരിച്ചിട്ടാണ് ഇവർ സംഗതി പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കാണാൻ അത്യാവശ്യം നല്ല സൗന്ദര്യമുള്ളതുകൊണ്ടും ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ ഇത് കണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏറെ കാലമായിട്ട് ഇത് തന്നെയാണ് ഇവരെ തൊഴില്. അത്യാവശ്യം ഇത് സംഗീതമൊക്കെ പഠിച്ച ആളുകൾ കൂടി ആയതുകൊണ്ട് അവർ നന്നായിട്ട് അത് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആളുകളുടെ രീതി, ടേസ്റ്റ് എന്താണ്, എങ്ങനെയാണ് അത് അവതരിപ്പിക്കേണ്ടത് എന്നൊക്കെ അവർക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഗംഭീരമായിട്ട് പ്രസിദ്ധമായി. അവർ പ്രസിദ്ധമായതിനു ശേഷമാണ് ഈ പെൺകുട്ടികൾ സിത്താനി ഭജൻസ് എന്ന് പറയുന്ന പരിപാടിയുമായിട്ട് ഇറങ്ങിത്തിരിച്ചത്. ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് അടച്ചാക്ഷേപിച്ച് ഇവരാകെ എന്താണ് ക്യൂട്ട്നെസ് വാരി വിതറുകയാണ്. ഒരു പെൺകുട്ടിയാണ് അതിൽ ഇമ്മാതിരി ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറുന്നത്. വേണമെങ്കിൽ അവരൊന്ന് കാണിച്ചു തരാം. എവിടെ? ഇതാ ഈ ലീഡ് ചെയ്യുന്ന പെൺകുട്ടി. ഇതാരാന്ന് എനിക്കറിയില്ല. ഇവരാണ് ഏറ്റവും കൂടുതൽ ക്യൂട്ട്നെസ് വാരി വിതറുന്നത് എന്നൊക്കെ നമുക്ക് തോന്നുന്നേ. ഏതെങ്കിലും ഒരു പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചിരിച്ച് ഇവരങ്ങോട്ട് വീഴും. നോക്കാം ആ വീഴ്ച. ലീഡ് ചെയ്യുന്ന പെൺകുട്ടി, അതിന്റെ പേരെന്ന് അറിയില്ല. ഇവര് ഇങ്ങനെ ആളുകളോടൊക്കെ പാടിപ്പിക്കാനൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും ആളുകൾ പെട്ടെന്ന് തന്നെ ഈ പാട്ടൊന്നാണ്ട് ഏറ്റു പാടൊന്നുമില്ല. ഇതിങ്ങനെ പാടി ഇങ്ങനെ പോകെ ഈ ഒരു സംഗീതാർച്ചനയുടെ ഒരു പകുതിയൊക്കെ ആവുമ്പോ ഇതിന്റെ ഒരു ലയത്തിലേക്ക് ഇങ്ങോട്ട് എത്താനുണ്ട്. ഈ സമയത്ത് പാടാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊക്കെ പാടും. അത് രാധതൻ പ്രേമ ആണിച്ചെങ്കിൽ ഒന്നുകൂടി നന്നായി. കാരണം ഇത് എല്ലാവർക്കും അറിയുന്നൊരു പാട്ടാണ്, അല്ലയോ? ഭയങ്കര രസകരമായിട്ടൊക്കെ പാടാനൊക്കെ കഴിയും. അവരത് നന്നായിട്ട് പാടുന്നുണ്ട്, അല്ലയോ? എന്തായാലും അത് കഴിഞ്ഞില്ല, ഇനി വേറൊരു ഇതുണ്ട്. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ. ഈ ഒരു ചിരിയൊക്കെയാണ് ആളുകൾക്ക് ഇഷ്ടമാവാതിരിക്കുന്നത്.
എന്തപ്പോ അത് ഇഷ്ടമാവാതിരിക്കുന്നു എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അവര് പാടുന്നു, അവരിടയ്ക്ക് ചിരിക്കുന്നു, വീണ്ടും ഒരു ചിരിയുണ്ട്. ഇതൊക്കെ ഭയങ്കര ഒരു ചിരി കൂടി ഞാൻ കാണിപ്പിച്ചു തരാം. ഇത് ആളുകൾക്ക് എന്തോ ഈ ചിരി തീരെ ഇഷ്ടമായില്ല. ഇതാ നോക്കിട്ടാ, എവിടെ ഒന്ന് പാടോ, ആ പോയാ ഒരു ചിരി കാണിച്ചു തരാ പറഞ്ഞപ്പോ ഇവർ ആ ചിരിയനൊക്കെ ആളുകളെ കളിപ്പിക്കുന്ന എന്താ വെച്ചാൽ ഇതെന്തായിട്ട് അവിടെ ആ ഒരു സ്ഥലത്ത് ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളാരും അവിടെ പോയിട്ടില്ല. അവിടെ നടന്ന കാര്യം റിക്വസ്റ്റ് ചെയ്തു ഓഡിയൻസ് ഒരു പാട്ട് ഇത് പാടാമോ ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഇവരത് പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമില്ല, ഇവർക്കത് അറിയില്ല. എങ്കിലും അവർ ശ്രമിച്ചു. അത് അത്യാവശ്യം മോശമില്ലാതെ ഇവർ പാടിയെന്നും പറയുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് അവിടെ ഉണ്ടായത്. ഈ ഒരു ചിരിയൊന്നും നമ്മുടെ കേരളത്തിലെ ചില ആളുകൾ കണ്ട് ഇഷ്ടമായില്ല. അതുകൊണ്ട് സിത്താനി ഭജൻസ് എന്ത് തേങ്ങയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പാട്ടിന്റെ ഇടയ്ക്ക് ഒരു അരമണിക്കൂർ ചിരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിട്ടാണ്ട് ആക്ഷേപിക്കുകയാണ്. ഇവരെ പ്രോഗ്രാം ഇതുവരെ ആരെങ്കിലും മുഴുവനായിട്ട് കണ്ടിരുന്നുണ്ടോ? ഒരു പക്ഷെ പെൺകുട്ടികളാണ്, തുടക്കത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവർക്കുണ്ടാവാം. ചിലപ്പോൾ ഓവർ ക്യൂട്ട്നെസ് വാരി വിതറുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ആദ്യമായിട്ട് ഇത്ര ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനെ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. സമയം കൊടുക്കുന്നേ, സമയമെടുക്കും. പതുക്കെയെങ്കിലും അവരുടെ ഒരു നിലവാരത്തിലേക്കും സാധാരണ നല്ല രസകരമായ ഭജൻസിന്റെ നിലവാരത്തിലേക്ക് എത്തും. എന്തായാലും ഇവർ വളരെ മോശമാണെങ്കിൽ ഈ അത്യാവശ്യം പൈസ കൊടുത്തിട്ട് ഇവരെ പാടാൻ ആരും വിളിക്കില്ലല്ലോ. അപ്പൊ ഇവരെ പാടാൻ വിളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെ പാട്ട് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എന്തൊക്കെയോ ഇവരെ കയ്യിലുണ്ട്. അതുകൊണ്ടല്ലേ ക്ഷണിക്കുന്നേ. എന്നെയും നിങ്ങളൊന്നും ആരും ക്ഷണിച്ചിട്ടൊന്നുമില്ലല്ലോ പാട്ട് പാടാൻ. ഇവിടെ വേറെ കുറെ ഭജൻസ് പാട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും ഇത്ര വൈറലായിട്ടൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പാടാനും ഇവർക്ക് പ്രസിദ്ധമാവാനും കഴിയുന്ന തരത്തിൽ എന്തൊക്കെയോ ഇതിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ വെറുതെ സിത്താനി ഭജൻസ് ക്യൂട്ട്നെസ് കാണിക്കാണ്, അവരത് കാണിക്കണം, അവരിത് കാണിക്കാണ് എന്ന രീതിയിലൊക്കെ പറയുന്നത് അത്ര ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഞാൻ സിത്താനി ഭജൻസിനൊപ്പാണ്. അവരത്യാവശ്യം മാന്യമായിട്ട് മോശമില്ലാതെ പാടുന്നുണ്ട്. അപ്പോൾ അതാണ് നല്ലതെന്ന് വിചാരിക്കുന്നു. അവർ ഗംഭീരമായി പാടുന്ന പാട്ടുകളൊക്കെ ഗംഭീരമായി പാടട്ടെ. നമുക്കതിങ്ങനെ ആസ്വദിച്ച് ഏറ്റുപാടാം അല്ലേ. രാധതൻ പ്രേമത്തോടാണു കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണു, രാധതൻ പ്രേമത്തോടാണു കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണു, കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. ഞാൻ പറയുന്ന അഭിപ്രായത്തോടാണോ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്യണേ. ബൈ.